അച്ഛന്റെ അമ്മയുടെ പിണക്കം മാറി. ഇനി ആ ചീത്ത ആന്റിക്ക് എന്റെ അച്ഛനും അമ്മയും ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ എവിടേക്കാ പോകുന്നത്? അത് നീ എന്തിനാ അറിയുന്നേ? ആ കൊള്ളാലോ, നീ എത്ര ബോധത്തോടെ സംസാരിക്കുന്നേ. ബബിതാന്റെ വീട്ടിലില്ല. അതിന്റെ അർത്ഥം ഇതല്ല, നിനക്കിപ്പോ പുറത്തേക്ക് പോവാന്ന്. ഞാൻ നിന്നെ പോവാൻ സമ്മതിക്കില്ല. മാനസേ, നീ എങ്ങോട്ടും പോകുന്നില്ല. പറഞ്ഞില്ലേ പറ്റില്ലാന്ന്. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇവളെന്നെ ഉപദ്രവിക്കുന്നു. നോക്ക്, ഇവളെന്റെ കയ്യിൽ പിടിച്ചു. എനിക്ക് വല്ലാതെ വേദനിക്കുന്നു. ആരവ്, വേഗം വാ. മാനസി, അത് പറയുന്ന കേക്ക്. ഇവളെന്നെ ഉപദ്രവിക്കുന്നു. എന്റെ കൈ പിടിച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ലേ? സുജി, എന്താ ഇത്? അവളെ വിട്. ഞാനൊന്നും തന്നെ ചെയ്തില്ല. സിറ്റിയിൽ നിന്ന് ഒരു മെഡിക്കൽ ടീം വന്നിട്ടുണ്ട്. ഡോക്ടേഴ്സ് വന്നിട്ടുണ്ട് മാനസിയെ നന്നായി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി. അത്രേ ഉള്ളു കാര്യം. പ്ലീസ് ആദ്യക്ക് വരൂ. മാനസി, സുജി പറഞ്ഞത് ശരിയാണ്. വേണ്ട വേണ്ട, ആരും എനിക്ക് കളിക്കാൻ പോണം. മാനസി, പേടിക്കാനൊന്നുമില്ല. ഞാൻ നിന്റെ കൂടെ വരാം. ആരും വേണ്ട, എനിക്ക് പോണം. താങ്ക് യു സോ മച്ച്. ഇത് വളരെ അത്യാവശ്യമായ ഒന്നായിരുന്നു. ശരിക്കും മാനസിയുടെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ്. ഡോക്ടേഴ്സ്, ഇതാണ് പേഷ്യന്റ്. കൊണ്ടുപോയിക്കോളൂ. ആരും വേണ്ട, എനിക്ക് കളിക്കണം. ആരും. അമ്മ, അമ്മ കണ്ടില്ലേ അച്ഛനോട് എത്ര സ്നേഹമുണ്ടെന്ന്? അച്ഛന് ചിലപ്പോ ഓർമ്മ കാണില്ല ഇന്നെന്റെ സ്പെഷ്യൽ ദിവസമാണെന്ന്. പക്ഷെ അതൊന്നും സാരില്ല, അച്ഛനോട് സ്നേഹമുണ്ടല്ലോ. അമ്മ കണ്ടില്ലേ, അച്ഛന് ഓർമ്മയുണ്ട് ഇന്നെന്റെ സ്പെഷ്യൽ ദിവസമാണെന്ന്. അമ്മ കണ്ടില്ലേ അച്ഛനോട് എന്ത് സ്നേഹമാണെന്ന്. അച്ഛൻ എനിക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്തേ? നോക്ക്, എല്ലായിടത്തും ബലൂൺ, ലൈറ്റ്സ്, എന്റെ ഫേവറേറ്റ് ടോയ്സ്, പിന്നെ എന്റെ കുറെ ഫോട്ടോസ്. അമ്മ നോക്ക്, അച്ഛനെന്നെ എന്ത് ഇഷ്ടമാണെന്ന്. പ്ലീസ് അമ്മ, അച്ഛനോട് മെൻഡീസ് ഇടുന്നേ, പ്ലീസ് അമ്മ. ഞാൻ രാവിലെ മുതൽ ഇതാണ് ചിന്തിച്ചത്.
നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ ദിവസം ഓർമ്മയുണ്ടാകുമോ എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ദിവസം മറക്കില്ല എന്ന വിശ്വാസം. എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ ഈ ദിവസം മറന്നില്ലല്ലോ. താങ്ക് യു സുദേവ്, ഈ മെമ്മറീസ് തന്നതിന്. അത് സാരില്ല അമ്മ, കുറച്ച് വെയിറ്റ് ചെയ്യമ്മ. ഞാനുണ്ടല്ലോ വലിയ സന്തോഷത്തിലാ. ആ ചീത്ത ആൻറ്റിക്കുണ്ടല്ലോ, ഇനി നിങ്ങളെ രണ്ടുപേരും ഒരിക്കലും കട്ടീസാക്കാൻ പറ്റില്ല. അവള് ഒരുപാട് ചീത്തയാ, കുറെ പണിഷ്മെന്റ് കിട്ടണ നോക്ക്. ഇവരോട് പറയുന്നേ എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഇവളിങ്ങനെ പരിഭ്രാന്തയാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്തോ അത്യാവശ്യ കാര്യത്തിന് പോകാൻ ഒരുങ്ങിയതാണ്. മാനസി, ഡോക്ടേഴ്സ് നിനക്ക് മരുന്ന് തരികയല്ലേ? നിനക്ക് ബെറ്റർ ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ സുചി, താങ്ക് യു. അറ്റ്ലീസ്റ്റ് ഇപ്പൊ നീ വിശ്വസിക്കുന്നെങ്കിലും ഉണ്ടല്ലോ മാനസിക അവസ്ഥ മോശമാണെന്ന്. ആരോ, എനിക്ക് ബാത്റൂമിൽ പോണം. ഒരു മിനിറ്റ് മാനസി. അതെ ഡോക്ടർ, മാനസിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന്. ആ ശരി. ഈ സുചി ഉണ്ടല്ലോ, ഹലോ. മാനസി, വാതില് തുറക്ക. മാനസി, ഞാൻ അകത്തേക്ക് വരട്ടെ? അതെ, ആ ഫയൽ നീ കബഡിൽ വച്ചിട്ടുണ്ടല്ലോ. വെരി ഗുഡ്. ഇനി നീ കണ്ടു എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. വാരി വലിച്ചിട്ടേക്കുവാ. മാനസി നായർ, എന്താ പറ്റിയതമ്മ?
അമ്മ. ഇതെന്താണ് സുധേ? നിങ്ങളോട് ചോദിക്കുന്ന ഇത് എന്ത് റിപ്പോർട്ട്സ് ആണ്? മറുപടി പറയ. അമ്മ, ഇതെന്താ അച്ഛന്റെ റിപ്പോർട്ട് കാർഡാണോ? അച്ഛൻ ഇപ്രാവശ്യം ഫെയിൽ ആയി പോയോ? അത് സാരമില്ല അമ്മ. അമ്മ അച്ഛനെ വഴക്കു പറയില്ലേ? അച്ഛൻ നെക്സ്റ്റ് ടൈം പാസ് ആയിക്കോളും അല്ലേ അച്ഛാ? നന്ദിത, ഇങ്ങനെയൊന്നും. മോദി സുധീർ, ആ, ഇനി എത്രമാത്രം കള്ളം പറയും നിങ്ങള്? ഇനിയും ഇതുപോലെയുള്ള എത്രമാത്രം കാര്യങ്ങൾ ഉണ്ടാവും ഞാൻ അറിയാൻ. വേണ്ട അമ്മ. അമ്മ അമ്മ സ്ക്രീം ചെയ്യുന്നത് ബാഡ് മാനേഴ്സാ. അമ്മയ്ക്ക് ബാഡ് പോയിന്റ്സ് കിട്ടും. എന്റെ ദൈവമേ, ഇതെന്തൊക്കെയാണ് എനിക്ക് സംഭവിക്കുന്നത്? ഞാൻ ഇതുവരെ വിചാരിച്ചത് നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ഒരു നിസ്സാരമായ ഓഫീസിലെ അഫയർ മാത്രമായിരുന്നു എന്ന്. പക്ഷെ എനിക്കിത് അറിയില്ലായിരുന്നു കാര്യം ഇത്രയധികം മുന്നോട്ട് പോയെന്ന്. മാനസി പ്രഗ്നന്റ് ആണെന്ന്. നന്ദിത, നീ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. അത് പിന്നെ Stop it! എന്തിനാ നിങ്ങൾക്ക് അവസരം തരേണ്ടത്? നിങ്ങൾക്ക് ഇനിയും എന്നോട് കള്ളം പറഞ്ഞ് നിങ്ങളുടെ കള്ളത്തെ ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയോ? എന്റെ പ്രീതുവിനെ സ്നേഹിക്കുന്നതായി നിങ്ങൾ അഭിനയിച്ച് കാണിച്ച് എന്റെ വിശ്വാസം നേടിയെടുത്തു. അങ്ങനെയൊന്നും അല്ല നന്ദിത. എനിക്കറിയില്ല ഈ ഫയൽ എവിടെ നിന്ന്. എനിക്ക് സ്വപ്നത്തെ പോലെ കാണാൻ കഴിഞ്ഞില്ല നിങ്ങൾ ഇത്രയും തരം താഴുമെന്ന്. But you know what? നിങ്ങൾ സത്യത്തെ ഒളിപ്പിക്കാനായി എത്ര വേണമെങ്കിലും ശ്രമിച്ചോളൂ. ഈശ്വരൻ സത്യം ഇന്നല്ലെങ്കിൽ നാളെ മുൻപിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അച്ഛനും അമ്മ എന്തിനാ ഫൈറ്റ് ചെയ്യുന്നേ? ഇന്ന് എന്റെ സ്പെഷ്യൽ ഡേ അല്ലേ? ഞാനിവിടെ മധുരം കഴിക്കാൻ വന്നതാ. ഈ സ്പെഷ്യൽ ഡേയിൽ എന്തിനാ ഫൈറ്റ് ചെയ്യുന്നേ? പ്ലീസ് അമ്മ, അച്ഛ ഇങ്ങനെ ഫൈറ്റ് ചെയ്യല്ലേ. അച്ഛ, അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കൂന്നേ. എനിക്ക് പറയാനുള്ളത് കേൾക്കാതെ നീ പോകരുത്. എന്റെ ദേഹത്തിന് തൊട്ടു പോകരുത്. എനിക്ക് നിങ്ങളെ വെറുപ്പാണ്. പൊയ്ക്കോളൂ, പോയി ആ മാനസിയുടെ അടുത്ത് ചെന്ന് നിങ്ങളെ നല്ല പിള്ള ചമഞ്ഞോളൂ. ആ മാനസിയുടെ അടുത്ത് അവളാണ് നമ്മുടെ കുടുംബം തകർത്തത്. എന്റെ പ്രീതുവിനെ എന്നിൽ നിന്ന് തട്ടിയെടുത്തത്. അതെ മാനസി, നിങ്ങളെ ഇങ്ങനെ ഒരു ദുഷ്ടനായ മനുഷ്യനാക്കി മാറ്റി. നന്ദിത, അമ്മ. മാനസി, എന്താ മാനസി തന്നെയാണോ ഇപ്പൊ എന്റെ അമ്മയും അച്ഛനും ഫൈറ്റ് ചെയ്യിപ്പിച്ചത്? അവളാണോ അച്ഛനെ ഫെയിൽ ആക്കിയത്? അവള് വളരെ ചീത്തയാ, വളരെ ചീത്തയാ അവള്. വലിയ സ്പെഷ്യൽ ദിവസമായിരുന്നല്ലേ നിന്റേത് നന്ദിത. ഐ ഹോപ്പ് നിനക്ക് എന്റെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ഇന്നു മുതൽ എന്റെ സുദേവനെ നിനക്ക് സ്പെഷ്യൽ ആക്കാനുള്ള അവസരമൊന്നും കിട്ടില്ല. എന്റെ അടുത്ത ഗിഫ്റ്റും തയ്യാറാണ്. മനസി, ആക്ടിംഗ് ഒക്കെ പിന്നെ മതി. നിനക്ക് സൂപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, ചൂടോടെ അത് കുടിക്ക്. പിന്നീട് ചിലപ്പോ പറ്റിയില്ലെങ്കിലോ? നീയോ? എനിക്ക് വേണ്ടി സൂപ്പ് കൊണ്ടുവന്നോ? ഇതിലൊന്നും ചേർത്തിട്ടില്ലല്ലോ. മാനസ, എന്റെ തലച്ചോറ് നിന്നെ പോലെ ഭ്രാന്ത് പിടിച്ചതാണെങ്കിൽ ഞാൻ ഉറപ്പായി എന്തെങ്കിലും ചേർത്തേനെ. ഭാഗ്യത്തിന് നീ മനുഷ്യരുടെ ഇടയിലാ ജീവിക്കുന്നത്. ബബിതാന്റി പുറത്തു പോയിരിക്കുക. പിന്നെ ആരവ് സാർ എന്നോട് പറഞ്ഞു, അതുകൊണ്ടാ ഞാൻ. ഓഹോ, ആരവ് പറഞ്ഞെന്നോ? ആ സുചി, കേൾക്ക്.
എന്റെ സഹോദരൻ ആരവിനെ ഇംപ്രസ് ചെയ്യുന്നത് നിർത്തിക്കോ. ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആരവ് സ്വയം തന്നെ നിന്നെ ഉണ്ടല്ലോ ഇവിടെ നിന്നും ഇറക്കി വിടും. എന്റെ അമ്മ പറയാറുണ്ട്, ചിലർ എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന്. അവർ തീച്ചൂളയിൽ അങ്ങനെ വെന്തുരുകുമെന്ന്. നീ എന്നെ പഠിപ്പിക്കണ്ട. അങ്ങനെ തന്നെയാണ് മാനസി. അല്ലെങ്കിൽ നിന്റെ സത്യം എല്ലാവരുടെ മുമ്പിൽ എത്തിക്കാൻ എനിക്ക് അധിക സമയമൊന്നും വേണ്ട. സമയം വേണ്ടെങ്കിൽ പിന്നെ സത്യം എന്താ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവരാത്തത്? ഞാനും ഒന്ന് കാണട്ടെ ആരാ നിന്നെ വിശ്വസിക്കുന്നതെന്ന്. മാനസി, എനിക്ക് നിന്റെ സത്യം ഇങ്ങനെ ഞൊടിയിട കൊണ്ട് എല്ലാവരുടെ മുമ്പിൽ എത്തിക്കാൻ സാധിക്കും. ആ പക്ഷെ ഇതെന്റെ സ്വന്തം വീടായി കാണാൻ പറഞ്ഞ ഒരാളുണ്ട്. അയാൾക്ക് അറിയാതെ പോലും ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ക്ഷമിക്കുന്നത്. ഇനി 4 ദിവസം കൂടി ബാക്കിയുണ്ട് മാനസി നിനക്ക്. അത് കഴിഞ്ഞ് നീ നോക്കിക്കോ, ആരവ് സാറ് തന്നെ നിന്നെ ജയിലിലേക്ക് എത്തിക്കും. തീർച്ചയായും കാണാം. ശ്രീതു, നീ എന്തിനാ കരയുന്നേ? എന്തു പറ്റി? നിന്റെ അച്ഛനും അമ്മയും വീണ്ടും വഴക്കുണ്ടാക്കിയോ? എന്തിന്? മായാടി, അമ്മ അച്ഛന്റെ റിപ്പോർട്ട് കാർഡ് കണ്ടു. എനിക്ക് തോന്നുന്നത് അച്ഛൻ ഫെയിൽ ആയി പോയിന്നാ. അച്ഛന് മുട്ട കിട്ടി. മുട്ട എന്താന്നറിയോ? 0 അച്ഛന് കിട്ടിയത്. നീ എന്താ പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ലല്ലോ. ആ ചുരുണ്ട മുടിയുള്ള ആന്റി ഇല്ലേ, അവൾ ഒരുപാട് ചീത്തയാ. അവളെ അച്ഛന് ഫെയിലാക്കിയത്. അമ്മ അച്ഛന് ഒരുപാട് വഴക്കറിഞ്ഞു. എന്നിട്ട് പറയാണ് ആ മനസ്സി ഒരുപാട് ചീത്തയാണ്, പിന്നെ അവൾ എല്ലാം തകർത്ത് കളഞ്ഞു എന്ന് വായടി. എല്ലാം. മാനസി രാവിലെ മുതൽ വീട്ടിലുണ്ടായിരുന്നല്ലോ. ഇവിടെ ഇരുന്ന് അവൾ എന്ത് പണിയാ ഒപ്പിച്ചത്? പ്രീതു, നീ കരയണ്ട കേട്ടോ. ആ, നീ വീട്ടിലേക്ക് ചെല്ല്. വീട്ടിലല്ലാതെ വേറെ എങ്ങും പോരുതേ. ഞാനിപ്പോ വരാം. നന്ദിത മാഡത്തിനെ കണ്ടിട്ട് കേട്ടോ. ഇവള് നീയല്ലേ ഉണ്ടാക്കിയത്? വളരെ ചീത്തയത്. നോക്ക്, ഇപ്പൊ നീയല്ലേ ഉണ്ടാക്കിയത്. നീ ഇതിന്റെ കൂടെ മുള്ളും കൂടി ഉണ്ടാക്കി. ഈ കണ്ണുണ്ടല്ലോ, ഇത് നീ എനിക്ക് കാണാനല്ലേ തന്നത്. പക്ഷെ ഈ കണ്ണ് വെച്ച് ഞാനിന്ന് നോക്കുമ്പോ എനിക്ക് കരച്ചില് വരിക കൃഷ്ണ. നീ വല്ലാത്തൊരു വേൾഡാ ഉണ്ടാക്കിയ. എല്ലാം തലകുത്തി മറിഞ്ഞതുപോലെയാ. പ്രീതു, നീ മിണ്ടരുത്. വളരെ ചീത്ത വേൾഡ് നീ ഉണ്ടാക്കിയത്. വളരെ ചീത്ത വേൾഡ്. നിനക്ക് 0 കിട്ടേണ്ടത് 0. ഞാൻ എന്ത് ചെറുതാ. എന്നിട്ട് നീ എന്നെ ഭൂതമാക്കി കളഞ്ഞില്ലേ കൃഷ്ണ. ഭൂതം.